We are cloud hunters, Abhi and Anu. നമ്മൾ ഇന്ന് കയറുന്ന മലേൻ്റെ പേരാണ് കോത്താലിഗഡ് അല്ലെങ്കിൽ പെത്ത് ഫോർട്ട്. അപ്പോൾ ഈ മലേൻ്റെ ബേസിൽ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൻ്റെ പേര് പെത്ത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇതിനെ പെത്ത് ഫോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കോട്ട ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ നാട് ഈ ഏരിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ ആയുധങ്ങളും പിന്നെ അവരുടെ വാച്ച് ടവർ, അതായത് ഈ പുറമേയുള്ള 3 സ്ഥലങ്ങളിൽ നിന്നും എന്തെങ്കിലും വേറെ ശത്രുക്കൾ എങ്ങാനും ഇവിടേക്ക് ആക്രമിക്കാൻ വരുന്നുണ്ടോ, നമ്മുടെ രാജ്യത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ ഏതെങ്കിലും ആക്രമണം വരുന്നുണ്ടോ എന്ന് കണ്ടുകൊണ്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടവറായിട്ടും കൂടെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഈ പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു റീജിയണിൽ. കാരണം ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരു മൂന്ന് സൈഡിലേക്കുള്ള മുഴുവൻ വ്യൂ ഉണ്ട്. അതായത് എത്ര ദൂരം നമുക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്ററുള്ള അത്ര ദൂരത്തോളം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ക്ലിയർ വെതർ ആണെങ്കിൽ ഒരാൾക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അവരടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അപ്പം ഈ ഒരു കോട്ടേൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ ഔറംഗസീബ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഗുഹയിലൊക്കെ ഉള്ള ചിത്രപ്പണികൾ ഏകദേശം 1300-ാമത്തെ വർഷത്തിലാണ് ഉണ്ടാക്കിയതെന്ന് കരുതുന്നുണ്ടെങ്കിലും നമുക്ക് 17-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഏകദേശം 1684-ാമത്തെ വർഷം ഔറംഗസീബ് എന്ത് ചെയ്തു, 2 പടയാളികളെ ഈ കോട്ട പിടിക്കണമെന്ന് പറഞ്ഞു വിടുന്നു. പേര് അബ്ദുൾ ഖാദിർ, പിന്നെ ഒരാൾ അലി ബിരാദർ ഖനി. അപ്പം ഈ 2 പേരും കോട്ട മറാത്ത സാമ്രാജ്യത്തിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ വരികയും അതിനകത്ത് അബ്ദുൾ ഖാദിറിന് സോളിഡായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഇത് പിടിച്ചെടുക്കണമെന്ന്. അപ്പോൾ അവർ താഴെയുള്ള വില്ലേജുകളിൽ വർക്ക് ചെയ്തിട്ടും പിന്നെ അവിടെയുള്ള ആൾക്കാരെ അവരുടെ സർവൻ്റായിട്ട് വെച്ചിട്ടും എന്ത് ചെയ്തു, ഇവിടെയുള്ള കോട്ടേൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി എവിടെയൊക്കെയാണ് ഇവിടെ ആയുധങ്ങൾ ഉള്ളതെന്നും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതും ഒക്കെ മനസ്സിലായി. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അബ്ദുൾ ഖാദിർ എന്ത് ചെയ്തു, മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് 300 പടയാളികളെയും കൊണ്ട് ഇവിടേക്ക് ആക്രമിക്കാൻ വന്നതിന് ശേഷം വലിയൊരു യുദ്ധം ഉണ്ടായി. പക്ഷേ ഈ മറാത്ത സാമ്രാജ്യത്തിലുള്ള ആൾക്കാർ ഏറ്റവും മേലെ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഔറംഗസീബിൻ്റെ പടയാളികളെ താഴെ തന്നെ തോൽപ്പിക്കാൻ പറ്റി. പക്ഷെ എന്നാലും കുറച്ച് പേര് ഈ മഹാദർവാസ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവിടെ വരികയും അവിടെ വന്നിട്ട് അവരെ വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ച് ഇത് മറാത്ത സാമ്രാജ്യത്തിൻ്റെ ആൾക്കാർ തന്നെയാണെന്ന് വിചാരിച്ച് വാതിൽ തുറന്നു കൊടുത്തു. അപ്പോൾ അവിടെ ഒരു വാർ സ്റ്റാർട്ടായി. ഇവിടെ വളരെ കുറച്ച് പേരാണ്, വാച്ച് ടവർ ആണല്ലോ, അപ്പം വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അവർ മറാത്ത സാമ്രാജ്യത്തിൻ്റെ. അവരെ തോൽപ്പിച്ചിട്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആൾക്കാർ ഈ കോട്ട പിടിച്ചടക്കി. അപ്പം ആ സമയത്ത് ഈ ഏരിയൻ്റെ രാജാവായിരുന്നു മറാത്ത സാമ്രാജ്യത്തിലെ സംഭാജി മഹാരാജായിരുന്നു അവിടുത്തെ രാജാവ്. പിന്നെ അവർ തിരിച്ച് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തി. ഇതിൻ്റെ ഈ കോട്ടേൻ്റെ താക്കോൽ വിജയത്തിന് ശേഷം ഈ അബ്ദുൾ ഖാദിർ എന്ത് ചെയ്തു, ഔറംഗസീബിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ ഈ കോട്ടേൻ്റെ പേര് മാറ്റിയിട്ട് മിഫ്താഹുൽ ഫത്തേ എന്നാക്കി മാറ്റി. അതിൻ്റെ അർത്ഥം കീ ടു സക്സസ് എന്നർത്ഥം വരുന്ന മിഫ്താഹുൽ ഫത്തേ എന്ന് ഇതിൻ്റെ പേര് മാറ്റിയത്. പിന്നെ ഇത് മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് പിടിക്കാൻ പല പ്രാവശ്യം നോക്കിയാലും പറ്റിയില്ല. പിന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് ഇത് പിടിച്ചെടുത്തത്. പിന്നെ ഒരു 130 വർഷത്തിന് ശേഷം മറാത്ത സാമ്രാജ്യത്തിൻ്റെ ബാപ്പുറാവു എന്ന് പറഞ്ഞ രാജാവ് ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് ഇത് പിന്നെയും പിടിച്ചെടുത്ത് സാമ്രാജ്യത്തിൻ്റെ ആൾക്കാരെ ഇത് പിടിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല അവശേഷിപ്പുകളും ഉണ്ട്, നമുക്കത് മുന്നോട്ട് പോയി കാണാം.